താരാട്ട് പാടുന്നതോടൊപ്പം പഠിപ്പിച്ചപ്പോൾ ആ കുഞ്ഞിന് നല്ല ബോധ്യം ഉണ്ടായി. അതുകൊണ്ട് ബാപ്പ ഉമ്മയുടെ അടുത്ത് വന്നിട്ട് സ്വകാര്യം പറഞ്ഞു, ഇതാ അള്ള കൽപ്പിച്ചിരിക്കുന്നു കേട്ടോ, നമ്മുടെ പൊന്നോമന മകനെ ഞാനായിട്ട് അറുക്കണം എന്ന്. ഉമ്മക്ക് തർക്കമുണ്ടായില്ല. വേദനയും വെപ്രളൊക്കെ തോന്നിയിട്ടുണ്ടാവാം, പക്ഷെ അള്ള കൽപ്പിച്ചാൽ കൊടുക്കുക തന്നെ. അതാണല്ലോ ഇസ്ലാം, അതാണ് സമർപ്പണം. അതുകൊണ്ട് അള്ള ചോദിച്ചാൽ കൊടുക്കണം, പിന്നെ അവിടെ തർക്കമില്ല. അള്ളാഹു ആവശ്യപ്പെട്ടതൊക്കെ കൊടുക്കേണ്ടവരാണ് നമ്മൾ. കലവറയില്ലാത്ത സമർപ്പണമാണ് ഇസ്ലാം. അതുകൊണ്ട് കൊടുക്കുക തന്നെ. ഉമ്മ സമ്മതിച്ചു. രണ്ടുപേരും കൂടി മകനെ വിളിച്ചിട്ട് പറഞ്ഞില്ലേ, ഇന്നി അറാഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറ. പൊന്നുമോനെ, ഇതാ സ്വപ്നത്തിൽ അല്ല എന്നോട് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു കേട്ടോ, അന്നി അസ്ബഹുക, ഞാൻ നിന്നെ അറുക്കണമെന്ന്. ഫൻദുർ മാദാ തറ, എന്താണ് നിന്റെ അഭിപ്രായം? ആരോടാ ചോദിക്കുന്നത്? ഈ കൊച്ചു വർത്തമാനം പറഞ്ഞ് നടക്കുന്ന, ഓടി നടക്കുന്ന ഈ കുഞ്ഞിനോടാ. അത്രക്കേ പ്രായമായിട്ടുള്ളൂ. ആ കുഞ്ഞിനോട് ചോദിച്ചപ്പോ പൊന്നുമോൻ പറഞ്ഞ മറുപടി, യാ അബതിഫ് അൽ മാ തുമർ, നിങ്ങളോട് കൽപ്പിച്ചതുപോലെ പൊന്നുപിതാവെ നിങ്ങൾ ചെയ്യുക. അള്ളാഹ് ഉദ്ദേശിച്ചുവെങ്കിൽ സ്വാബിരീങ്ങളുടെ കൂട്ടത്തിൽ, ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാം എന്ന് ഈ മകൻ പറഞ്ഞുവെങ്കിൽ ആ വർത്തമാനത്തിന്റെ ഖനം എത്രയാണ്, അതിന്റെ ഗാംഭീര്യം എത്രയാണ്. എങ്ങനെയാണിത് പറയാൻ കഴിഞ്ഞത്? ഉമ്മ കൊടുത്ത വിജ്ഞാനമാണ്. ഈ ഭക്ഷണത്തിന്റെ കൂടെ, ഈത്തപ്പഴത്തിന്റെ കൂടെ, സംസം വെള്ളത്തിന്റെ കൂടെ, അമ്മിഞ്ഞയുടെ കൂടെ പകർന്നു കൊടുത്ത വിജ്ഞാനം, അത് വീട്ടിൽ നിന്ന് കിട്ടിയപ്പോ ഇസ്ലാമിനെ കുറിച്ച് തികഞ്ഞ ബോധ്യം. അതുകൊണ്ട് പിതാവിന്റെ മുമ്പിൽ കഴുത്ത് നീട്ടി കിടന്നു കൊടുക്കുന്ന ആ ശാലീന സുന്ദരനായ കൊച്ചു പയ്യനെ നിങ്ങൾ മനസ്സിൽ കാണുക. ചരിത്രകാരന്മാർ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ മോൻ ഉപ്പയോട് പറഞ്ഞത്രേ, ഉപ്പ, നിങ്ങൾ നിങ്ങളുടെ മുണ്ട് ഒന്ന് മടക്കി കൊടുക്കണം കേട്ടോ, എന്നെ അറുക്കുമ്പോൾ രക്തം നിങ്ങളുടെ മുണ്ടിലേക്ക് ചീറ്റിത്തെറിച്ചേക്കാം. നിങ്ങൾ എന്റെ കൈകാലുകൾ കൂട്ടിക്കെട്ടണം, ഞാനെങ്ങാണ്ട് വേദന കൊണ്ട് പിടഞ്ഞു പോയെങ്കിലോ. നിങ്ങൾ എന്നെ കമഴ്ത്തി കിടത്തണം, എന്റെ മുഖത്ത് നോക്കിയാൽ ഉപ്പാക്ക് എന്നെ അറുക്കാൻ കഴിയാതെ പോയെങ്കിലോ. എന്റെ ഈ കുപ്പായം എന്റെ ഉമ്മാക്ക് കൊടുക്കണം കേട്ടോ, ഒരു ഓർമ്മക്ക് ഉമ്മാക്ക് ഇതിരിക്കട്ടെ. ഇത്രയും ഈ മകൻ പറഞ്ഞതായും ചരിത്രകാരന്മാർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത്രയും കൃത്യമായ ഇസ്ലാമിക ബോധത്തോടെ ചെറുപ്പത്തിൽ തന്നെ വളരാനും സംസാരിക്കാനും കാഴ്ചപ്പാട് ഉരുവപ്പെട്ട് വരാനും സാധ്യമാകുന്ന അളവിൽ മക്കളെ സ്വാധീനിക്കാൻ കഴിഞ്ഞ ഒരു ഉമ്മയായി, കുടുംബത്തെ നയിക്കാൻ കഴിഞ്ഞ ബാപ്പയായി, അത്തരം ഒരു കുടുംബത്തിൽ വളർന്ന മകനായി ഈ ഇബ്രാഹിം, ഹാജർ, ഇസ്മായിൽ അലൈഹിമുസ്സലാം ഇവരുടെ കഥ വായിക്കുമ്പോൾ എന്താണ് ഒരു കുടുംബത്തെ സങ്കല്പം നമ്മുടെ മനസ്സിലുണ്ടായി വരാത്തത്? അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടാവണം. അത്തരം ലക്ഷണമൊത്ത ഒരു കുടുംബത്തിലെ നായകന്മാരായിട്ട് മാറാൻ, ലക്ഷണമൊത്ത കുടുംബത്തിലെ നായികമാരായി ജീവിക്കാൻ, നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആണും പെണ്ണും ഇസ്മായിലുമാരായും ഫാത്തിമമാരായും വളരാൻ, അതിനു മാത്രമുള്ള കൃത്യമായ അവബോധം ഈ സമുദായത്തിലെ അവസാനത്തെ വ്യക്തിക്കും ഉണ്ടാകുമ്പോഴേ ഇസ്ലാമികമായ കുടുംബങ്ങൾ ഉൾച്ചേരുന്ന ലക്ഷണമൊത്ത മുസ്ലിം ഉമ്മ ഉണ്ടാവുകയുള്ളൂ. അത്തരം ഉമ്മത്ത് മുസ്ലിമയെ സംവിധാനിക്കല നമ്മുടെ ബാധ്യത. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാവും. അതിന്റെ മറ്റു വിശദാംശങ്ങളൊക്കെ തൽക്കാലം വിടുക. ഇത്തരത്തിലുള്ള കുടുംബങ്ങളെ സംവിധാനിക്കൽ ഇസ്ലാമിന്റെ മാർഗത്തിലെ ഏറ്റവും വലിയ ജിഹാദാണ്. സമൂഹം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിക സമൂഹത്തെ. എന്ത് തിന്മയുണ്ടാകുമ്പോഴും ആ തിന്മയിൽ ഇസ്ലാമിക സമുദായത്തിന്റെ പങ്ക് ഇല്ലായിരുന്നു എങ്കിൽ ഒരു വേള കേരളക്കര ഒന്നിച്ച് മാർക്കം കൂടിയനെ, ഒരു സംശയവും വേണ്ട. ഇവിടെ മദ്യപന്മാരുടെ പ്രശ്നം, കൊള്ളക്കാരുടെ പ്രശ്നം, ഹവാല പണക്കാരുടെ പ്രശ്നം, അഴിമതിക്കാരുടെ പ്രശ്നം, അവസാനം PSC കള്ളത്താപ്പിന്റെ വിഷയം വരെ വന്നപ്പോഴും ഒരു മുസ്ലിം കുടുംബം അവിടെ ഉണ്ടായി. നമുക്ക് നാണക്കട. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ലക്ഷണമൊത്ത കുടുംബങ്ങളായി, ചെറു ഘടകങ്ങളായി ഇസ്ലാമിക സമുദായത്തിനകത്തെ ഞാനും നിങ്ങളും ഉൾച്ചേർന്ന് നിൽക്കുന്ന ആ സംഗതി നിലനിൽക്കുകയായിരുന്നു എങ്കിൽ ഈ നാട്ടിൽ ജീവിക്കുന്ന അന്യ മതക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവർ കൊള്ളാം, ഇവരുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട്, അവരുടെ കയ്യിലേ ഉള്ളൂ, അവരുടെ കയ്യിൽ ഉള്ളത് അത്രമേൽ മഹത്തരമാണ് എന്നിങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ചില കണക്ക് വരുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. കുറച്ചു മുമ്പ് ഒരു കണക്ക് വന്നിരുന്നു, ആത്മഹത്യ ഏറ്റവും കുറവ് കേരളത്തിൽ മലപ്പുറം ജില്ലയിലാണെന്നും ഏറ്റവും കൂടുതൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലാണെന്നൊക്കെ ഒരു കണക്ക് വന്നപ്പോൾ നമുക്ക് ഇത്തിരി സന്തോഷം തോന്നി. കാരണം എന്താ, വിശ്വാസികൾ കൂടുതൽ ജീവിക്കുന്ന ഒരു പ്രദേശത്ത് ആത്മഹത്യ കുറവാ. അങ്ങനെ സംഭവിക്കൂ. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും കയറെടുത്ത് തൂങ്ങുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവൻ ഇസ്ലാമിനെ മനസ്സിലാക്കില്ല, പേരിന് അവൻ മുസ്ലിമായി പോയി എന്നുള്ളൂ. ചിലപ്പോൾ ഇസ്ലാമിനെ അറിയുന്ന ചില ആളുകളൊക്കെ അവിടെ അന്ധക്കേട് കൊണ്ടോ ബുദ്ധിക്ക് മാറ്റം വരുന്നത് കൊണ്ടോ
ഗതികേട് കൊണ്ടോ ചിന്താശേഷി നഷ്ടപ്പെട്ടുകൊണ്ടോ ഒക്കെ ചെയ്തേക്കാം. പക്ഷെ എങ്കിൽ പോലും വ്യാപകമായി വരുന്ന ഒരു അവസ്ഥ ഇല്ല എന്ന കാര്യം ഉറപ്പാണ്. അപ്പൊ അത്തരം ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ സന്തോഷം തോന്നും, സമാധാനം തോന്നും. പക്ഷെ അതേ സമയത്ത് വേറെ ചിലത് വായിക്കുമ്പോൾ വേദനയും തോന്നിപ്പോകും. ഈ അടുത്ത് ഓണം കഴിഞ്ഞ് 2-3 സീസണുകളിൽ ഓണം കഴിഞ്ഞപ്പോൾ കണക്ക് വന്നിരുന്നു. കുടിയന്മാരുടെ കുടിച്ച കണക്കാ വന്നത്. ബീവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റിലൂടെ വിറ്റഴിഞ്ഞ അധികൃതമായ മദ്യത്തിന്റെ കണക്ക് വന്നപ്പോൾ 1-ാം സ്ഥാനം മലപ്പുറം ജില്ലക്ക്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കുടിച്ചവർ മുസ്ലിങ്ങൾ നല്ലൊരു ശതമാനം 99.25 മുണ്ടാണിയും എന്ന് പറയാവുന്ന കൂട്ടത്തിൽ ജീവിക്കുന്ന തിരൂര് പോലുള്ള ദേശം കേന്ദ്രീകരിച്ചു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അതിലും ബേജാറ്. അതേസമയം സമൂഹത്തിന് മുമ്പിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ കുടുംബഘടന അത്രമേൽ ഭദ്രമായി നിന്നുകൊണ്ട് ഈ സംസ്കാരത്തോട് അവർ കാണിക്കുന്ന കൂറ് പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ മറ്റുള്ളവർക്ക് നല്ല മാതൃകയായി വർത്തിക്കാൻ കഴിയും. ഒരുപാട് നന്മ ഇപ്പോഴും ഉണ്ട്, സംശയമൊന്നും വേണ്ട. മാതാപിതാക്കളെ പരിഗണിക്കുന്ന കാര്യത്തിൽ, കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന കാര്യത്തിൽ, കുടുംബത്തിലെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യത്തിൽ, ഇതിലൊക്കെ വലിയ മാതൃക അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നന്മകൾ അവശേഷിക്കുന്നു എന്നതിനാൽ ഈ സമുദായത്തിനകത്ത് ഉണ്ട്. പക്ഷേ നമ്മുടെ കാലത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ നമുക്കും ഇസ്ലാമിന്റെ ചൈതന്യം ചോർന്നു പോകുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് കുടുംബ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഈ പുതിയ കാലഘട്ടം നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ മാതാപിതാക്കളോട് മാന്യമായിട്ട് വർത്തിക്കാൻ, ഭാര്യമാരോട് ഭർത്താക്കന്മാർക്കും ഭർത്താക്കന്മാരോട് ഭാര്യമാർക്കും നന്നായിട്ട് വർത്തിക്കാൻ, മക്കളെ മനഃശാസ്ത്രമായി വളർത്തിയെടുക്കാൻ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് പൊട്ടിമുളക്കുന്ന ഓരോന്നിലും ഇട്ടുകൊടുക്കേണ്ടുന്ന അടിസ്ഥാനപരമായ സവിശേഷ ഗുണങ്ങൾ ഇട്ടുകൊടുക്കാൻ, അവർക്ക് നൽകേണ്ട പരിശീലനം നൽകാൻ, അവർ പഠനത്തിന്റെ ഏത് മേഖലയിലേക്ക് കടന്നു കയറുമ്പോഴും കൊടുക്കേണ്ട തിരിച്ചറിവ് അവർക്ക് നൽകാൻ, അവരെ ശ്രദ്ധിക്കാൻ, കൂടെ നിർത്താൻ, അവരുടെ സംസ്കരണവും വളർച്ചയും എല്ലാം ഗൗരവത്തോടെ നോക്കിക്കാണാൻ, അവസാനം അവരിൽ നിന്ന് മരിച്ചു പിരിയുമ്പോൾ വസിയത്ത് കൊടുത്ത് മാറാൻ കഴിയുമാറുള്ള അത്രയും സുന്ദരമായ ഒരു കാഴ്ചപ്പാട് ഈ വിഷയത്തിൽ ഇനിയും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ് ഈ വിഷയമായി കാര്യങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ മാതാപിതാക്കളോട് കാണിക്കേണ്ട പരിഗണന വലിയ അളവിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് വാർദ്ധക്യ സഹജമായ അവസ്ഥയിലെത്തുമ്പോൾ അവരോട് കാണിക്കേണ്ട കാരുണ്യം, അവരോട് കാണിക്കേണ്ട സ്നേഹം, വഖ്ഫിർ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം. വലാ തഖുല്ലഹുമാ ഉഫിൻ, ഛേ എന്ന് പോലും പറയരുത്, അഥവാ വെറുത്ത് സംസാരിക്കരുത്. സ്നേഹത്തോടെ പെരുമാറണം, നല്ല കാരുണ്യം അവർക്ക് നൽകിക്കൊണ്ടിരിക്കണം. അവർക്ക് ആശ്വാസവും സാന്ത്വനവും സാധ്യമാകണം. അതിന് പറ്റുന്ന രീതിയിൽ അവരോട് പെരുമാറണം എന്ന് മാതാപിതാക്കളോട് പറഞ്ഞിരിക്കുന്നു. ആയത്തുകൾ ഒരുപാട് നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുന്നതാണ്. ഇത്രയും സ്നേഹത്തോടെ അവരോട് വർത്തിക്കണം എന്ന് വരച്ച് കാണിക്കുകയാണ് ഖുർആൻ. അതിന്റെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കളോട് അവിധം സ്നേഹം കാണിക്കണം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് മാതൃകയായി കാഴ്ചവെച്ച ഒരു സമുദായം, സമൂഹം, ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ മാർഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. മാതാപിതാക്കൾക്ക് ഇന്ന് ഒരുപാട് സൗകര്യം ചെയ്യുന്നവരാണ് നമ്മൾ പലരും. പക്ഷെ ആ മാതാപിതാക്കളുടെ മനസ്സ് വേദനിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കാറില്ല. അവർക്ക് ബാത്ത് അറ്റാച്ച്ഡ് സംവിധാനങ്ങൾ ഉണ്ട്, നോക്കാൻ ചിലപ്പോൾ ഹോം നേഴ്സിനെയും നിർത്തിയിട്ടുണ്ടാവാം. പക്ഷെ അവർക്ക് ഇതൊന്നുമല്ല വേണ്ടത്. അതിനപ്പുറത്ത് അവർ ദാഹിക്കുകയാണ്. എന്തിനു വേണ്ടി ദാഹിക്കുന്നു? ഈ മക്കളുടെ സാന്ത്വനത്തിനും ആശ്വാസത്തിനും വേണ്ടി ദാഹിക്കുന്നു. അവിടെ അടുത്ത് ചെന്നിരിക്കാൻ, അവരുടെ കാല് തടവി കൊടുക്കാൻ, അവർക്ക് മരുന്നെടുത്ത് കൊടുക്കാൻ, അങ്ങനെ വർത്തമാനം പറഞ്ഞാൽ ആശ്വാസ വർത്തമാനവും പറഞ്ഞ് അവരെ പുതപ്പിച്ച് കിടത്തിയിട്ട് നാം നമ്മുടെ ബെഡ്റൂമിലേക്ക് കയറിപ്പോകുന്നത് കാണാനാണ് മാതാപിതാക്കൾ ആഗ്രഹിക്കുക. അത്രയും കൃത്യമായ സ്നേഹം, കാരുണ്യം, അതിനാണ് ഇഹ്സാനിയത്ത് എന്ന് പറയാം. വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞില്ലേ? എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ പോരാ, അതിന്റെ പെർഫെക്ഷൻ ഉണ്ടാവണം, അതിന്റെ പൂർണ്ണതയുണ്ടാവണം, നന്നായി ചെയ്യാൻ പറ്റണം, അവിടെ മനസ്സ് കുളിർക്കണം. ആ അർത്ഥത്തിൽ മാതാപിതാക്കളെ പരിഗണിക്കാൻ കഴിയണം. അതാണ് വഖ്ഫിർ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറകുകൾ അങ്ങ് താഴ്ത്തി കൊടുക്കണം. ആ തള്ളക്കോഴിയുടെ ചിറകിനകത്ത് കുഞ്ഞുമക്കൾ ഒളിഞ്ഞിരിക്കുമ്പോൾ അനുഭവിക്കുന്ന സുരക്ഷിതത്വം പോലെ മുമ്പ് ഈ സുരക്ഷിതത്വം നമ്മൾ അനുഭവിച്ചതാ ഈ മാതാപിതാക്കളിൽ നിന്ന്. അവരാണ് നമ്മെ നമ്മളാക്കിയത്. നമ്മുടെ ഈ മുഖത്തിന്റെ കാന്തി, അതുപോലെ തന്നെ നമ്മുടെ ശബ്ദത്തിന്റെ മാധുര്യം, നമ്മുടെ കാഴ്ചയുടെ കൂർമ്മത, കേൾവിയുടെ കൂർമ്മത, ഇതൊക്കെ എവിടെ നിന്ന് വന്നു? ഈ മസിലും ഈ ആരോഗ്യവും ഈ ആകാരവും എവിടെ നിന്ന് വന്നു? നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നാം നിലകൊള്ളുന്ന അവസ്ഥയിൽ ഊറ്റിയെടുത്ത അവരുടെ മുഴുവൻ ഓജസ്സുമാണ് നമ്മളായി മാറിയിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ അറിയണം. പിതാവിന്റെ ഒരു തുള്ളി ബീജം
അത് ഉള്ളടങ്ങുന്ന വലിയ ശക്തിയും കഴിവും ശേഷിയും ഒക്കെ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഈ മാതാവിന്റെ ശരീരത്തിൽ നിന്ന് അവർ കഴിക്കുന്ന ആഹാരത്തിന് ഊറ്റിയെടുത്തത്, പിന്നെ ജനിച്ച് പുറത്തു വന്നപ്പോൾ പിന്നെ അമ്മിഞ്ഞേരുന്ന് വലിച്ചെടുത്തത്, ഇതെല്ലാം കൂടി ആ ഉമ്മയെ തകർത്തിട്ടുണ്ടാകും. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഈ ഉമ്മാക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ആ ഉമ്മയുടെ സകല ശക്തിയും ആവാഹിച്ചെടുത്തപ്പോഴാ നമ്മളിപ്പോൾ കരുത്തോടെ ഞാനടാ എന്ന ഭാവേന നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ചിന്തിക്കുന്നില്ല, എന്റെ ഉമ്മ ഇவ்விധം എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, എന്റെ ബാപ്പ എന്നെ ഇങ്ങനെ ആക്കുന്നതിന് ഒരുപാട് ത്യാഗം സഹിച്ചു, അവരാണ് എന്റെ ബേസ്, അവരിൽ നിന്നാണ് തുടക്കം, അവരാണ് എന്റെ മർമ്മം, അവരുടേതാണ് ഞാൻ എല്ലാം ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ആ മാതാവിനെ നിലം തൊടാതെ കൊണ്ടു നടത്താൻ, ആ പിതാവിനെ തോളേറ്റി നടക്കാൻ, അവരോട് അങ്ങേയറ്റം കാരുണ്യം കാണിക്കാൻ നമുക്ക് സാധിക്കുമെന്ന്. കാരണം അവരുടെ ചിറകിന് കീഴിൽ ഈ സുരക്ഷിതം അനുഭവിച്ചവരാ നമ്മൾ. അതുകൊണ്ടാണല്ലോ പ്രാർത്ഥിക്കാൻ വേണ്ടി ഖുർആൻ പറഞ്ഞത്, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. പടച്ചവനെ, ചെറുപ്പത്തിൽ എന്നോട് അവർ കാണിച്ച കാരുണ്യം എത്ര വലുതാണ്, അതുപോലെ നീ അവരോട് കാരുണ്യം കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോ അല്ലാഹ് ഇങ്ങനെ പറഞ്ഞില്ല, എന്റെ ഉമ്മാക്ക് കാരുണ്യം കാണിക്കണേ എന്ന്, എന്റെ ബാപ്പയോട് കാരുണ്യം കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞതിന് പകരം ചെറുപ്പത്തിൽ എന്നോട് കാരുണ്യം കാണിച്ച പോലെ എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടാ അവരോട് കാരുണ്യം കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത്. ഓർമ്മപ്പെടുത്തലുകൾ വലിയ പ്രാധാന്യമുള്ള സംഗതിയാണ്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം നമുക്ക്. ഓർമ്മകൾ ഇല്ലാതെ പോകുമ്പോഴാണ് പല വിഷയവും നമ്മൾ മറന്നു പോകുന്നത്. അല്ലാഹ് ഈ ഓർമ്മ നിലനിർത്തിയിട്ടാ കാര്യങ്ങൾ പറഞ്ഞു. വഖുർ റബ്ബിർഹംഹുമാ, പടച്ചവനെ എന്റെ നാഥ, അവർക്ക് രണ്ടുപേർക്കും നീ കാരുണ്യം ചൊരിയണം. കമാ റബ്ബയാനി സഗീറ, അതാണ് ഓർമ്മപ്പെടുത്തൽ. കുഞ്ഞായിരിക്കുമ്പോൾ അവർ എന്നോട് എത്രമേൽ കാരുണ്യം കാണിച്ചുവോ അത്രമേൽ അവരോട് നീ കാരുണ്യം കാണിക്കണേ എന്ന് ഇങ്ങനെ പറയുമ്പോ അതിലൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. ആ ഓർമ്മ ശരിക്കും മനസ്സിൽ പച്ചയായി നിൽക്കുന്നുണ്ട് എങ്കിൽ മാതാവിനോടും പിതാവിനോടും നമ്മുടെ ഏത് തിരക്കിനിടയിലും അവർക്ക് നൽകേണ്ട ആശ്വാസം നൽകാൻ, നമ്മുടെ ഭാര്യമാർ അവർക്ക് കൺകുളിർമ നൽകുന്നവരായി മാറാൻ, നമ്മുടെ മക്കൾ അവരുടെ മുമ്പിൽ ഇങ്ങനെ ലുഅലുഅം മൻസൂറ, അങ്ങനെ പറഞ്ഞല്ലോ സ്വർഗത്തിലെ ഒരവസ്ഥ, വിതറിയ മുത്തുകൾ പോലെ അവരുടെ കൂടെ ചുറ്റി തിരിഞ്ഞു കളിക്കുന്ന, അങ്ങനെ അവർക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന അവസ്ഥയിൽ വീട്ടകത്ത് തന്നെ സന്തോഷത്തിന്റെ ഒരു ഐശ്വര്യം ഉണ്ടാകും. ഇന്ന് വലിയ വലിയ ഗുഹകളാണ് നമ്മുടെ വീടുകൾ എന്ന് പറയുന്നതായിരിക്കും ഭംഗിയാവുക. ഓരോ വീടും കുറെ ഗുഹകൾ ചേർന്ന ഒരു പൊതു ഇടത്തിലേക്ക് തുറക്കുന്ന ഒരു സംവിധാനം പോലെ. അങ്ങനെയാണ്. പിതാവിന് ഒരു റൂം, മക്കൾക്ക് ഓരോരുത്തർക്കും ഓരോ അറ, പിന്നെ ആള് കിടക്കാത്ത അറകൾ വേറെയും. ഈ അറകളെല്ലാം ചേർന്ന് ഒരു ഡൈനിങ് പോർഷനിലേക്കോ അല്ലെങ്കിൽ ഒരു പൊതു ഇടത്തിലേക്കോ തുറന്നു വെക്കുന്നു. ഓരോരുത്തരും അവനവന്റെ സാമ്രാജ്യത്തിനകത്ത് സ്വയം പര്യാപ്തരാണ്. അതുകൊണ്ട് അറ്റാച്ച്ഡ് സൗകര്യവും നെറ്റും ചാറ്റും എല്ലാം റെഡി. അതിനകത്ത് കടന്നു കയറിയാൽ പിന്നെ ഗുഹക്കകത്തേക്ക് ഒന്നും കേൾക്കുകയില്ല. അപ്പുറത്ത് മാതാവ് കിടന്ന് ഞെരങ്ങിയാലും ശരി, ഇപ്പുറത്ത് പിതാവ് രാത്രി ക്ലോസ് ആയാലും ശരി, ആരും അറിഞ്ഞുകൊള്ളണമെന്നില്ല. അത്രത്തോളം ഗുരുതരാവസ്ഥയൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ നല്ല ഭംഗിയൊക്കെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആള് മരിച്ചിരുന്നു കേട്ടോ. ചിലപ്പോ 9 മണിക്കാ കണ്ടിട്ടുണ്ടാവുക, സാധനം 2 മണിക്ക് കാഞ്ഞിട്ടുണ്ടാവും. എന്നാൽ പോലും മുഞ്ചുള്ള വർത്തമാനം പറഞ്ഞ ഒതുക്കലാ പരിപാടി. പക്ഷെ സംഗതി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ വീട്ടകത്ത് ഇരിക്കുന്ന മാതാപിതാക്കളും മക്കളും തമ്മിൽ എത്ര അകലമുണ്ടായിപ്പോയി ഈ പുതിയ കാലഘട്ടത്തിൽ. വീട് ഇങ്ങനെയായിപ്പോയതിന്റെ ദുരന്തം ഒരു ഭാഗത്ത് നാം അനുഭവിക്കുന്നതോടൊപ്പം ഇതിനകത്തും ഒരു ഇസ്ലാമിയത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമായുള്ള ഒരു ബന്ധം ഈ കാര്യത്തിലൊക്കെ ഉണ്ടായി വരണം. അപ്പൊ ആ അടിസ്ഥാനത്തിൽ കാരുണ്യത്തിന്റെ, സാന്ത്വനത്തിന്റെ, ആശ്വാസത്തിന്റെ ഇടമായിട്ട് നമ്മുടെ വീട്ടകം മാറേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. മാതാപിതാക്കളെ വലിച്ചെറിഞ്ഞവരല്ല മുസ്ലിം സമുദായം, അവരെ വൃദ്ധസദനങ്ങൾ കൊണ്ടുപോയി ആക്കുന്നവരല്ല ഈ സമുദായം. വളരെ അപൂർവം സംഭവിച്ചേക്കാം. വൃദ്ധസദനങ്ങളും അതുപോലുള്ള അഭയകേന്ദ്രങ്ങളും ഒക്കെ നല്ല 1% ആരെന്ന് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകും. എന്തായാലും ഈ സമുദായത്തിന് എണ്ണക്കുറവുണ്ട്. അത് എണ്ണം കൂടാതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ വീട്ടകത്ത് പരിചരിക്കുന്നിടത്ത് നമുക്ക് ഒരുപാട് കുറവുകളുണ്ട് എന്ന കാര്യം നമ്മൾ അറിയണം. മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു സംഭവം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സഹാബി മരിക്കാൻ കിടക്കുകയാണ്, സക്കറാത്തിന്റെ ഹാല് ആയിരിക്കുന്നു. ചുറ്റുപാടത്തും കൂടിയ ആളുകളൊക്കെ കലിമ ചൊല്ലിക്കൊടുക്കുന്നു. പക്ഷെ കലിമ ചൊല്ലാൻ ഇദ്ദേഹത്തിന് പറ്റുന്നില്ല. ഇതൊരു പ്രശ്നമായി അവർക്ക് ബോധ്യമായി. ഒരാൾ ഓടി വന്നു തിരുനബിയുടെ അടുക്കൽ, മദീന പള്ളിയിൽ വന്നിട്ട് പറഞ്ഞു, റസൂലെ, ഇന്നാലിന്ന ആൾ ഫുലാൻ ഇബ്നു ഫുലാൻ മരണത്തിന്റെ വക്തത്തിലാണ്, മരിക്കാനായിരിക്കുന്നു. പക്ഷെ കലിമ ചൊല്ലിക്കൊടുത്തിട്ട് ചൊല്ലാൻ പറ്റുന്നില്ല. തിരുനബി ഇങ്ങനെ ആലോചിച്ചിട്ട് ചോദിച്ചത്രേ, അദ്ദേഹത്തിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. വന്നയാള് പറഞ്ഞു, ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. എങ്ങനെയായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം? അടുത്ത ചോദ്യമാണ്. അപ്പൊ ഈ ആള് പറഞ്ഞു, നല്ല ബന്ധത്തിലല്ല, ഇത്തിരി അകലമുണ്ട്, അല്ല ഇടക്ക് നല്ല അകലമുണ്ടായിരുന്നു
ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു. ഇത് നമ്മുടെ ഭാഷയാണ് കേട്ടോ, വർത്തമാന മലയാളത്തിൽ അങ്ങനെ പറയാൻ പറ്റും. അപ്പോ അദ്ദേഹം റസൂലുള്ള പറഞ്ഞത്രേ, എങ്കിൽ ആ ഉമ്മാന്റെ അടുക്കലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകും. ഈ വന്ന ആള് ഉമ്മാന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അവിടെ എത്തി. ഉമ്മാന്റെ അടുത്തത് സലാം പറഞ്ഞ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉമ്മയെ ഒന്ന് പ്രകോപിപ്പിച്ചു എന്നാണ്, നിങ്ങളുടെ മോൻ കലിമ ചൊല്ലാതെ മരിക്കട്ടെ, അങ്ങനെ നരകത്തിലേക്ക് പോവട്ടെ എന്നങ്ങ് പറഞ്ഞു കളഞ്ഞു. ഇത് തിരുനബിയുടെ ഒരു തന്ത്രമായിരുന്നു. ഏത് ഉമ്മയുടെയും മനസ്സ് വല്ലാതെ പടക്കുമല്ലോ, എത്ര അകലമുണ്ടെങ്കിലും. ആ ഉമ്മ വല്ലാതെയായി പോയി, കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. എന്റെ മകന് ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു, എനിക്കൊരു വിഷമമില്ല എന്നൊക്കെ ഉമ്മ പറഞ്ഞു. തിരുനബി ആ ഉമ്മയെ നന്നായി ആശ്വസിപ്പിച്ചു. നല്ല വർത്തമാനം പറഞ്ഞ് സലാം പറഞ്ഞ് തിരിച്ചു നടന്നു. റസൂലുള്ള പള്ളിയിലേക്ക് എത്തുമ്പോ അടുത്ത ആള് ഓടി വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, അദ്ദേഹം കലിമ ചൊല്ലി മരിച്ചു കേട്ടോ, കലിമ ചൊല്ലി മരിച്ചു എന്നാ. അപ്പൊ മാതാപിതാക്കളോട് കാണിക്കുന്ന ക്രൂരത എത്രമേൽ നമ്മുടെ ഇസ്ലാമിനെ ബാധിക്കും എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. മരണസമയത്ത് കലിമ ചൊല്ലി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മളൊക്കെ. അല്ല, അങ്ങനെ ചൊല്ലി മരിച്ചാൽ രക്ഷപ്പെടുന്നതിനെ വിചാരിക്കുന്നത്. അൽഹംദുലില്ലാഹ് അങ്ങനെ സംഭവിക്കും, ശരിയാ. പക്ഷെ അങ്ങനെ അപ്പോൾ ചൊല്ലിയാൽ മതി, അതുവരെ പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നിടത്താ കുഴപ്പം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം തിരുനബിയുടെ സദസ്സിലിരുന്നു കൊണ്ട് ഒരു ഹദീസ് കേട്ടത്രേ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് ഹദീസ്, തിരുവചനം. ഇത് തിരുനബിയുടെ സദസ്സിലിരുന്നു കൊണ്ട് കേട്ടിട്ട് അത് പഠിച്ച ശേഷം ആ തിരുവചനവുമായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇറങ്ങി നടന്നു. അതിങ്ങനെ ആളുകളോട്, കേട്ടവരോടൊക്കെ കണ്ടവരോടൊക്കെ പറഞ്ഞു. കൂട്ടത്തിൽ ഉമർ ഖത്താബിനോടും പറഞ്ഞു എന്നാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കേട്ട മാത്രയിൽ അബൂ ഹുറൈറയെ ഒന്ന് തല്ലി എന്നാണ് ചെയ്തത്. എത്ര സ്ട്രോങ്ങിൽ തല്ലി നമുക്കറിയില്ല, ചില ആളുകൾ സ്ട്രോങ് ഒക്കെ വിശദീകരിച്ചിട്ടുണ്ടാവട്ടെ. എന്തായിരുന്നാലും ഒന്ന് കൊടുത്തു. അപ്പൊ ഇത് വല്ലാതെ വേദന ഉണ്ടാക്കി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം തിരുനബിയുടെ അടുത്ത് നിന്ന് പരാതി പറഞ്ഞു, പ്രവാചകരെ, അങ്ങ് പറഞ്ഞ ഒരു തിരുവചനം ആളുകൾക്ക് എത്തിക്കാനുള്ള ആവേശം കൊണ്ട് ഞാൻ പറഞ്ഞു നടക്കുന്ന കൂട്ടത്തിൽ ഉമറിനോട് പറഞ്ഞപ്പോൾ ഉമർ എന്നെ തല്ലി. തിരുനബി വിളിച്ച് അന്വേഷിച്ചു, എന്താ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം? ഉമർ ഖത്താബ് പറഞ്ഞത്രേ, പ്രവാചകരെ, അപ്പോൾ അത് മാത്രം മതിയെന്ന് സമൂഹം ധരിച്ചു പോയാലോ? എങ്ങനെയാവാം? അവസാനം കലിമ ചൊല്ലി അങ്ങ് മരിച്ചാൽ രക്ഷപ്പെടുമല്ലോ. അങ്ങനെ ഒരു ധാരണ ഉണ്ടായി പോവില്ലേ? ആ ധാരണ ഉണ്ടായി പോകുമെന്ന് ഭയന്നിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം തിരുത്തിയെന്നും പറയുന്നു ചില പണ്ഡിതന്മാർ. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു മുഖ്ലിസൻ ദഖൽ ജന്ന. നിഷ്കളങ്കമായി നിഷ്കപടമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിക ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആര് ജീവിച്ചുവോ അവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. മുഖ്ലിസീന ലഹുദ്ദീൻ നമ്മൾ വായിക്കാറില്ലേ ഖുർആനിൽ? നിഷ്കളങ്കമായി അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയരാവുക, പൂർണ്ണമായും അവന്റെ വിധിവിലക്കുകളെ പാലിച്ച് ജീവിക്കുക. അങ്ങനെയുള്ള ആളുകൾ അവർക്കേ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ സാധിക്കൂ. അപ്പൊ അങ്ങനെ കലിമ ചൊല്ലി മരിക്കുക എന്നത് വലിയൊരു സ്വപ്നമായി കൊണ്ടു നടക്കുന്ന നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് കാണിക്കുന്ന അന്യായം കലിമ ചൊല്ലിത്തന്നാൽ പോലും ചൊല്ലാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിക്കാൻ നമ്മെ. സഹാബയെ കിറാമിൽപ്പെട്ടവർക്ക് ഈ അനുഭവമുണ്ട് എങ്കിൽ എത്രയോ ഇങ്ങേ തലക്ക് നിൽക്കുന്ന ഞാനും നിങ്ങളും, നമ്മെപ്പോലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ വഴുതും മുറുതിയും കെട്ടി നടക്കുന്നവരാ നമ്മൾ. ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന നമുക്ക് ഇതിനേക്കാൾ വലിയ അനുഭവങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് നല്ല അളവിൽ മാതാപിതാക്കളുടെ കാരുണ്യം കാണിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിനകത്ത് നാം സംരക്ഷിക്കുന്ന മാതാപിതാക്കൾക്ക് സ്നേഹവും കാരുണ്യവും കൂടി പകർന്നു കൊടുത്തുകൊണ്ട് എല്ലാ സൗകര്യങ്ങൾക്കും ഒപ്പം അവരെ ഇവിധം സന്തോഷം, മനസ്സ് നിറഞ്ഞ സന്തോഷവും നൽകിക്കൊണ്ട് പരിഗണിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളൊരു കാരുണ്യം നമുക്ക് കൊടുക്കാൻ കഴിയണം. അവർ നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും കൊടുത്തേ പറ്റൂ. ഇത് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ ഉത്ബോധനത്തിന്റെ ഒരു വശം. മറുഭാഗത്ത് ഭാര്യാഭർത്തൃ ബന്ധത്തെ കുറിച്ചും ഒരുപാട്. കുടുംബം എന്ന് പറയുമ്പോൾ സങ്കല്പത്തിൽ വരുന്ന കാര്യങ്ങളായി ഇത്. പ്രകൃതിയെ അംഗീകരിക്കുന്ന മതമാണ് ഇസ്ലാം എന്നതിനാൽ മനുഷ്യ ചോദനകളെ ഇസ്ലാം നിരാകരിച്ചില്ല, ആവശ്യങ്ങളെ വേണ്ടെന്ന് വെച്ചില്ല. അതുകൊണ്ട് കല്യാണം കഴിക്കണം, വിവാഹം കഴിച്ച് ജീവിക്കണം, പരസ്പരം സന്തോഷം പങ്കിടണം, സമാധാനം നുകരണം, നിങ്ങളുടെ ശരീരത്തിന്റെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കണം, മനസ്സിന്റെ കാമനകൾ പൂർത്തീകരിക്കപ്പെടണം. ഇതൊക്കെ ഇസ്ലാം അംഗീകരിച്ച, അതിന് പുണ്യവും കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ആ അവസ്ഥയിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിന് പവിത്രതയുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അത് കേവലം ചോറ്റിനും പേരിനുള്ള യന്ത്രമായിട്ട് മാത്രം കണ്ടാൽ പോരാ. ഭർത്താവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരവസ്ഥയിൽ ഭാര്യ ഇതിനു മാത്രമായി കാണുന്ന അവസ്ഥ പാടില്ല. ഭാര്യ ഭർത്താവിന് നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തി ചെയ്യുന്ന ഒരാൾ, അയാളെ വഞ്ചിക്കാം, അയാളെ പറ്റിക്കാം, അങ്ങനെയും കണ്ടാൽ പോരാ. തന്റെ കുട്ടികളുടെ ഒരു ആള്, തന്റെ ഒരു അഡ്രസ്, അതിനപ്പുറത്ത് എനിക്ക് ഇങ്ങനെയൊക്കെ ആവാം എന്ന അവസ്ഥയിലും ആകാം. ഇതൊക്കെയാണ് പുതിയ കാലഘട്ടത്തിന്റെ കുഴപ്പം. അപ്പൊ ഇങ്ങനെ പാടില്ല. ഖിയാന ഫിൽ അമാന, ഈ വിശ്വാസ്യതയിലും ഈ അമാനത്തിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിലും വഞ്ചന പാടില്ല. അത് ഇസ്ലാമിന്റെ ഒരു വലിയ ഉത്ബോധനമാണ്. അമാനത്താണിത്. ഭാര്യാഭർത്തൃ ബന്ധത്തിനും ഒരു അമാനത്തുണ്ട്.
അള്ളാഹുവിനെ സാക്ഷിയാക്കി ആളുകളെ സാക്ഷി നിർത്തി തന്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ഒരു സ്ത്രീയാണ് ഈ പറയുന്ന ഭാര്യ. ആളുകളെ സാക്ഷിയാക്കിയാണ് ഈ സ്ത്രീയും പുരുഷനും ബന്ധമുണ്ടായത്. മീസാക്കൻ ഖലീല, വിവാഹ കുത്തുബകൾ നിരന്തരമായി കേൾക്കുന്നുണ്ട്, വിശദീകരിക്കേണ്ടതില്ല. മീസാക്കൻ ഖലീല, ബലിഷ്ഠമായ ഒരു കരാർ നമ്മൾ തമ്മിലുണ്ട്. ഈ കരാർ വല്ലാത്തൊരു അമാനത്താണ്. അതിൽ ഒട്ടും വഞ്ചന പാടില്ല. ഖിയാന ഫിൽ അമാന, ഈ അമാനത്തിൽ വഞ്ചന വന്നാൽ അല്ല പൊറുക്കൂല. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂനുല്ലാഹ വറസൂല, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും വഞ്ചിക്കരുത്. വതഖൂനു അമാനാതികും, നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട അമാനത്തുകളെയും വഞ്ചിക്കരുത്. ഒരുപോലെയാണ് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈ അമാനത്തിൽ വഞ്ചന പാടില്ലാത്തത് കൊണ്ട് നല്ല അളവിൽ തന്റെ ഇണയുമായുള്ള സുദൃഢമായ ബന്ധം, വല്ലാത്ത ആത്മനിർവൃതി ഉണ്ടാക്കുന്ന ഒരു ബന്ധം ഇവർ തമ്മിൽ സാധ്യമാകണമെന്നാണ്. സഹോദരന്മാരെ, വിനയപുരസ്സരം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നാം പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ്. കാണാനും കേൾക്കാനും ഒരുപാട് സൗകര്യങ്ങളാണ്. കാണുന്നതും കേൾക്കുന്നതുമായ ആ വൃത്തികേടൊക്കെ കോലം കെട്ടി മുമ്പിൽ നടക്കുന്ന കാലവുമാണ്. നിങ്ങൾ കണ്ടില്ലേ, എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും തിന്മ. ഫ്ലക്സ് ബോർഡുകൾ, ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ, മിനി സ്ക്രീനിനെ പറയേണ്ടതില്ല. അർദ്ധനഗ്നകളും മുക്കാൽ നഗ്നകളുമായിട്ടാണ് ചിലപ്പോൾ ആളുകളുടെ നടത്തം. ഇത് അതുപോലെ നാം തെരുവിൽ കാണുകയാണ്. ജീവനോടുകൂടി മുമ്പിലൂടെ നടക്കുകയാണ്. ഒരുപാട് തെറ്റായ വായനകളും വർത്തമാനങ്ങളും വന്നുകൊണ്ടിരിക്കുക. വെള്ളിയാഴ്ച ജുമുഅക്ക് ഈ ബഹുമാനായ ഖത്തീബ് ചിലപ്പോൾ 3/4 മണിക്കൂർ സംസാരിക്കും. അതാണല്ലോ നമ്മുടെ സമുദായത്തിലെ അവസ്ഥ. ഇനി അതിനപ്പുറത്ത് ക്രൈസ്തവ ഹൈന്ദവ സമൂഹത്തിലും അവർക്കും ഈ വിഷയത്തിൽ പരാതിയാണ്. അവർ ആഴ്ചയിൽ ഒരിക്കൽ അവരുടെ മഠങ്ങളിലോ ചർച്ചിലോ നിശ്ചിത മണിക്കൂർ പ്രഭാഷണം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ആ ആഴ്ച ബാക്കി 24 മണിക്കൂറും ആരാണ് ഈ ജനതയെ നയിക്കുന്നത്? അത് ഹൈന്ദവനെയും ക്രൈസ്തവനെയും മുസ്ലിമിനെയും നയിക്കുന്ന TV സംസ്കാരം തന്നെ. സംശയം എന്താ? അതാണ് കാണാൻ, അതാണ് കേൾക്കാൻ. വാർത്തക്കിടയിലും വരുന്നത് തന്നെ. അതെടുത്ത് വലിച്ചെറിയാൻ നമുക്ക് പറ്റൂല, വേണ്ടി വന്നേക്കാം. പക്ഷെ അതിന് നിയന്ത്രണവും നിയന്ത്രിക്കാൻ ഒരു കൺട്രോൾ സംവിധാനവും ഉണ്ട്. പക്ഷെ നമുക്ക് കൺട്രോൾ ഇല്ല. അതാണ് കുഴപ്പം. ആ കൺട്രോൾ നമുക്കുണ്ടായിരുന്നെങ്കിൽ അപകടം വല്ലാതെ കുറച്ച് കൊണ്ടുവരാമായിരുന്നു. അതില്ലാതെ പോയി. അപ്പൊ ഇന്ന് ക്രൈസ്തവ പാതിരിമാരും ഹൈന്ദവ മഠാധിപതികളും ഇസ്ലാമിലെ ഇമാമിങ്ങളും കൂടിയാൽ ചർച്ച ചെയ്യുന്ന മുഖ്യ വിഷയങ്ങളിൽ ഒന്ന് ഇതാണ്: ആരാണ് നമ്മുടെ സമൂഹങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുന്നത്? മുസ്ലിം സമുദായത്തെ ആരാ നയിക്കുന്നത്? നമ്മൾ ഒരുപാട് നേതാക്കന്മാർ, ഈ നേതാക്കന്മാരൊന്നും അല്ല. ഒരു സംശയമുണ്ട്. പാതിരിമാര് പറയാ, ഇത്ര കൃത്യമായ ഘടന അവർക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ഉണ്ടോ? കുടുംബ യൂണിറ്റുകളായി തിരിച്ച്, കപ്പേളകൾ കേന്ദ്രീകരിച്ച് മുസ്ലിങ്ങളെ കുടുംബങ്ങളായി സംവിധാനിച്ച്, അങ്ങനെ പള്ളി കേന്ദ്രീകരിച്ച് പിന്നെയും സംവിധാനിച്ച്, ഒരുപാട് രീതികൾ, ആരാധനകളും ആഘോഷങ്ങളൊക്കെ ഉത്സവ ഛായയോടുകൂടി നടത്തിയിട്ട് അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ സഹോദര സമുദായ ക്രിസ്ത്യാനികൾക്കുള്ളത്. അവിടേതുപോലൊരു ഘടന ഒരു മഹലിനുമില്ല എന്നുള്ള കാര്യം നിങ്ങൾ അറിയണം. മഹല്ല് അവിടെ നിൽക്കും, ആളുകളെ വേറെ ആരോ കൊണ്ടുപോയി. ഇതാണ് നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ. പക്ഷെ ഇങ്ങനെയല്ല അവരുടേത്. പക്ഷെ അവർക്ക് പോലും പരാതിയാണ്. അവർ പോലും പറയുന്നു, ഞങ്ങൾ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു സംവിധാനമുണ്ട്. 5 മഠാധിപതികളും 5 ക്രൈസ്തവ സഭയുടെ ബഹുമാന്യരായ പാതിരിമാരും പാളയിമാവും അശ്വനൊക്കെ കൂടിയിട്ട് ഞങ്ങൾ എല്ലാ 2 മാസം കൂടുമ്പോൾ നീണ്ട ചർച്ചകൾ നടക്കും. ഒരുപാട് വിഷയങ്ങൾ ചർച്ചകൾ. ഇതെല്ലാവർക്കും പരാതിയുള്ള വിഷയമാണ്. നമ്മളല്ല നമ്മുടെ ആളുകളെ നയിക്കുന്നത്. അവർ സമ്മതിക്കുന്ന കാര്യം, നമ്മളായിട്ട് സമ്മതിക്കാതിരിക്കേണ്ട കാര്യമില്ല. നമ്മളല്ല നമ്മുടെ ആളുകളെ നയിക്കുന്നത്. പിന്നെ സ്ത്രീകൾക്ക് അതിന് കുറച്ചു പേർക്ക് ഭാഗ്യം കിട്ടുന്നു, വേറെ കേൾക്കാനേ പാടില്ല എന്ന് പറയുന്നു. ആവട്ടെ, മറുഭാഗത്ത് ചർച്ചിലും മഠത്തിലും അതിൻ്റെതായ രീതിയിൽ നടക്കുന്നു. ഇത് കഴിഞ്ഞാൽ ബാക്കി നല്ല ഒരു സമയവും ആളുകളുടെ ഹൃദയ മസ്തിഷ്കങ്ങളിലേക്ക് അടിച്ചു കയറ്റപ്പെടുന്ന ചിന്ത അനിസ്ലാമികതയുടേതാണ്, അധാർമികതയുടേതാണ്, ഈ തെറ്റായ അശ്ലീല സംസ്കാരത്തിൻ്റെതാണ്. അതിൻ്റെതായ അഴിഞ്ഞാട്ടവും നനഞ്ഞാട്ടവും ഒക്കെയാണ്. അത് അവരുടെ മനസ്സിലുണ്ടാക്കുന്ന വികാരം എത്രമേൽ മോശമായിരിക്കുമെന്ന കാര്യം സഹോദരന്മാരെ നമ്മൾ അറിയാം. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, വിശ്വസ്തയോടുകൂടി അമാനത്ത് എന്നോണം ഭാര്യാഭർത്തൃ ബന്ധത്തെ പരിഗണിക്കാൻ കഴിയുന്നുണ്ടോ? അവിടെ വഞ്ചന സംഭവിക്കുന്നുണ്ടോ? ഇല്ലേ? നിങ്ങൾ വേദനയോടെ ചിന്തിക്കുക. രാത്രി നമസ്കാരം ശീലമുള്ളവരും അല്ലാത്തവരുമൊക്കെ ഒരു ഇത്തിരി നേരം ഒഴിഞ്ഞിരുന്ന് ആലോചിക്കുക. നമ്മുടെ ഭാര്യമാരോട് നാം എങ്ങനെയാണ് പെരുമാറുന്നത്? ഭർത്താക്കന്മാരോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്? അവിടെ അദ്ദേഹത്തോട് നാം ഉണ്ടാക്കിയ ഈ കരാർ, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഉണ്ടാക്കിയ ഈ കരാർ, മീസാക്കൻ ഖലീല, ഈ ബലിഷ്ഠമായ കരാറിൽ എവിടെയെങ്കിലും ആത്മവഞ്ചനയുടെ അംശങ്ങൾ വന്നു പോകുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ ഭീകരമായിരിക്കും അവസ്ഥ നമുക്കറിയാൻ പറ്റും. കാരണം അത് അറിയാതെ പോകുന്ന, ചിന്തിക്കാതെ പോകുന്ന, അതൊരു വിഷയമല്ലാതായി പോകുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് എന്തായിരുന്നാലും പുതിയ തലമുറ വല്ലാതെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത്രയും ദുരന്തം ഈ രംഗത്തുണ്ട്. അവിടെയാണ് അള്ളാഹ് പഠിപ്പിക്കുന്നത്, നിങ്ങൾ അങ്ങനെ ആകാൻ പാടില്ല.
ഇതൊരു വല്ലാത്ത സംഗതിയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്, നിങ്ങളിലുള്ള ഏറ്റവും വലിയ അടയാളമാണ്, തെളിവാണ്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഇണകളെ സൃഷ്ടിച്ചു തന്നു, അങ്ങനെ നിങ്ങൾ ഇണതുണകളായി ജീവിക്കണം എന്നവൻ വെച്ചു. ഇത് ഏറ്റവും വലിയ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ആ ദൃഷ്ടാന്തത്തെ നിങ്ങളായിട്ട് ഇസ്ലാമിക വിരുദ്ധമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള ബന്ധത്തിന് വലിയ പവിത്രത ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്നു. ആ പവിത്രത പാലിക്കപ്പെടണം. ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ പവിത്രത നേരെ ചൊവ്വെ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ നമ്മുടെ സമുദായത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമായിരുന്നു. കാരണം കല്യാണം കഴിഞ്ഞ ശേഷം പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം. കുറച്ചു കാലം വലിയ സന്തോഷം, ആ സന്തോഷം പിന്നെ മടുപ്പിന്റെയും ചെടുപ്പിന്റെയും കാലം, പിന്നെ അവിടെ തർക്കവും സ്വത്തിന്റെ വിഷയങ്ങളും ഒക്കെ കയറി വരികയായി. ചിലപ്പോൾ അത് പ്രശ്നത്തിലായി, ചിലപ്പോൾ അത് പ്രശ്നം ആകപ്പാടെ കുടുംബ തകർച്ചയിലെത്തി. വേറെ ചിലത് തകരൂല, ഒരേ വീട്ടിൽ 2 ബെഡ്റൂമിൽ കഴിഞ്ഞുകൂടുന്ന അവസ്ഥയുണ്ടാകും. വർഷങ്ങളോളം ഭാര്യാഭർത്താക്കന്മാരായി പുറത്ത് അഭിനയിക്കും, അകത്ത് അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. നിങ്ങൾ വിനയപുരസ്സരം ഇങ്ങനെ ഒരു കണക്ക് ശ്രദ്ധിക്കുക. ഓരോ മഹലിലും കെട്ടിക്കിടക്കുന്ന ത്വലാഖ് അപേക്ഷകൾ എത്രാൻ ചോദിച്ചാൽ ഭീകരമായ ഒരു സത്യം നമുക്ക് ബോധ്യമാകും. അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി വരിക. എന്താണ് കാരണം? കാരണം ഇതന്നെ, ഇത് അള്ളാഹു എന്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയ പെണ്ണാണെന്നും ഇദ്ദേഹം അള്ളാഹു എനിക്ക് നൽകിയ ആണാണെന്നും തിരിച്ചറിയാൻ ഇന്ന് മുസ്ലിം സമുദായത്തിന് കഴിയാതെ പോകുന്നുവോ ചിന്തിക്കേണ്ടത്. ഖലാ ഖദറിൽ വിശ്വാസമുള്ളവരാണ് നമ്മളെന്നാണ് പറയാ. ഈമാൻ കാര്യങ്ങൾ 6 എണ്ണമുണ്ട്. 6 മാത്രല്ല നമുക്കറിയാം, അതിലേറെയുമുണ്ട്. അത് കുറച്ചും പറഞ്ഞിട്ടുണ്ട്. ഏതോ ഒരു വലിയ മനുഷ്യൻ ഈമാൻ കാര്യം 5 ആക്കി എന്ന് പറഞ്ഞ് പുകിലുണ്ടാക്കുന്ന ആളുകളാണ് നമ്മൾ. ആവട്ടെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഖലാ ഖദറിലെ വിശ്വാസം, ഇത് ഈമാൻ കാര്യം 6 ആയി എണ്ണിയിട്ട് നാം ഉറപ്പിച്ച് പറയുന്നവരാണ് എങ്കിൽ ഖലാ ഖദറിൽ നമുക്ക് വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ തുടങ്ങണം? വിവാഹത്തിന്റെ അവിടെ തുടങ്ങണ്ടേ ഈ വിശ്വാസത്തിന്റെ ഒരു പ്രകടമായ ഭാവം? ഇത് എന്റെ ജീവിതത്തിൽ അള്ളാഹു എനിക്ക് നൽകിയ പെണ്ണ, ഇദ്ദേഹം എനിക്ക് അള്ളാഹു നൽകിയ ആണ, ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കണം, ഒന്നിക്കണം, അള്ളാഹിന്റെ കലയാണ്. അതിങ്ങനെയൊക്കെ സംഭവിക്കുക. നമ്മുടെ കുടുംബങ്ങൾ പോയി നോക്കും, ആളുകൾ അന്വേഷിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കാണും, തൃപ്തിപ്പെടും, സംസാരം നടക്കും, ഡേറ്റ് തീരുമാനിക്കും, കല്യാണം നടക്കും. പക്ഷെ അള്ളാഹ് ഇറങ്ങി വന്നുകൊണ്ട് ഇന്നവളെ നീ കെട്ട് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല, ഉറപ്പാ, ഒരു സംശയവും വേണ്ട. പ്രവാചകന്മാരുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം, നമുക്ക് അങ്ങനെ സംഭവിക്കുകയില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇത് അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമാണ്, ഇത് അള്ളാഹു എനിക്ക് നൽകിയതാണ്, ഇവൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമാണെന്നും ഇദ്ദേഹം എന്റെ തുണയായത്, എനിക്ക് തണലായത് അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമാണെന്നും അടിയുറച്ച വിശ്വാസമുണ്ടായിരുന്നു എങ്കിൽ ഇവർ തമ്മിൽ ഉണ്ടാകുന്ന ഊഷ്മള ബന്ധത്തിന് വലിയ മാനമുണ്ടാകുമായിരുന്നു. അതില്ലാതെ പോയത് കൊണ്ടാണ് പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോ മടുപ്പും ചെടുപ്പും പ്രശ്നങ്ങളുമായി മാറി. കുടുംബജീവിതത്തിന്റെ തകർച്ചയുടെ ഒരു മർമ്മം അവിടെയാണ്. ആദ്യകാലത്ത് ഇസ്ലാമിക ബോധമില്ലാത്തവരുടെ വലിയ സ്നേഹമായിരിക്കും. എന്താണ് ആ സ്നേഹത്തിന്റെ മർമ്മം? ആ സ്നേഹത്തിന്റെ അടിസ്ഥാനം ശരീര നിബദ്ധമായ, പ്രേമ നിബദ്ധമായ ഒരു അനുഭവം മാത്രമാണ്. ഇന്നേ വരെ തുറന്നു കിട്ടാത്ത അനുഭൂതിയുടെ ഒരു വാതിൽ തുറന്നു കിട്ടുമ്പോ ന്യായമായും ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ആ ചുടുരക്തങ്ങൾ വല്ലാതെ സന്തോഷിക്കും, വലിയ സ്നേഹവും കാണിക്കും. പിന്നീട് ജീവിതത്തിൽ ഒരുപാട് പരിക്കൻ അവസ്ഥകൾ, പരിക്കൻ അനുഭവങ്ങൾ, അങ്ങനെയാണ് ജീവിതം. കുട്ടികളും കുടുംബവും മുന്നോട്ടുള്ള പ്രയാണമൊക്കെ വിഷയം വരുമ്പോ അവിടെയും തന്റെ ഈണ വേദനിക്കാതിരിക്കാൻ, തന്റെ തുണ വിഷമിക്കാതിരിക്കാൻ അവിധം സ്നേഹത്തോടുകൂടി സാന്ത്വനത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലുമായി നിൽക്കാൻ കഴിയുന്ന സുന്ദരമായ ഒരു വിഭാവന വിശുദ്ധ ഖുർആൻ ഈ ജീവിതത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത് വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നേരത്തെ ഓതി വെച്ച ആയത്തിന്റെ ബാക്കിയാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങൾക്കിടയിൽ സ്നേഹം, കാരുണ്യം എന്ന 2 വികാരങ്ങളെ അള്ളാഹു സന്നിവേശിപ്പിച്ചിരിക്കുന്നു. എന്തിനാണ് ഈ സ്നേഹവും കാരുണ്യവും? കേവല സ്നേഹം പോരാ, അതിന് അല്പായുസേ ഉണ്ടാവുകയുള്ളൂ. കേവല സ്നേഹമാണ് നാം മിക്കവാറും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ആള് ഫ്ലൈറ്റ് കയറിയാൽ പിന്നെ തലാഖിന്റെ നോട്ടീസ് വരുന്ന അവസ്ഥയൊക്കെ കാണാറുണ്ടല്ലോ. ഇതൊക്കെ സംഭവിക്കുന്നത് കൊണ്ടാ. ഈ അവസ്ഥയല്ല വേണ്ടത്. സ്നേഹവും കാരുണ്യവും വേണം. ഇവൾ എനിക്ക് അള്ളാഹു നൽകിയ പെണ്ണാണ്, ഇദ്ദേഹം എനിക്ക് അള്ളാഹ് നൽകിയ ആണാണ്, ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കണം. ഇവിടെ മാത്രമല്ല, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിലും ഒരു ഭവനത്തിൽ ജീവിക്കാൻ പറ്റണം. അതുകൊണ്ട് അത്രയും ഉദാത്തമായ കാഴ്ചപ്പാടോടുകൂടി പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും ക്ഷമിച്ചും പൊറുത്തും സഹിച്ചും അങ്ങ് ജീവിക്കാൻ കഴിയുന്ന
അതൊരു വലിയ വിഷയമായി കാണുകയും പൊട്ടലും ചീച്ചലുമില്ലാതെ മുന്നോട്ട് പോകുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്യാൻ കഴിയുന്ന, അങ്ങനെ അതനുസരിച്ച് മനഃശാസ്ത്രപരമായ സമീപനത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കുടുംബ ജീവിതം, അവിടെ കൂടിയാലോചന, ഷൂറ ഉൾപ്പെടെ, അതാണല്ലോ ഷൂറയെ കുറിച്ച് പഠിപ്പിച്ചിടത്ത് ഭാര്യാഭർത്തൃ ബന്ധത്തിലും കുടുംബ ബന്ധത്തിലും ഈ ആലോചന വേണം, കൂടിയാലോചന വേണം എന്നൊക്കെ ഇസ്ലാം പഠിപ്പിച്ചുകൊണ്ട് അതിന്റെ സകല ചേരുവകളെയും വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാം കാര്യങ്ങളെ പഠിപ്പിച്ചത്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഭാര്യാഭർത്തൃ ബന്ധം, കുടുംബ ജീവിതം നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ മാത്രമല്ല നാളെ പരലോകത്തും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു ഭവനത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഉദാത്തമായ ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിച്ചാണ് വിവാഹത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. പക്ഷെ ഈ ലക്ഷ്യം നമ്മൾ മറന്നുപോയി. ഇന്ന് വിവാഹത്തിൽ ലക്ഷ്യം മറന്ന ഒരു സമുദായമാണ് നമ്മുടെ സമുദായം. എന്തിനു വേണ്ടിയാണ് വിവാഹം എന്ന് ചോദിച്ചാൽ പല കാര്യങ്ങളുമായിരിക്കും അതിന് പിന്നിൽ. പണമായിരിക്കാം, അല്ലെങ്കിൽ മറ്റു ചില ഉദ്ദേശങ്ങളായിരിക്കാം. ബന്ധങ്ങളെ കച്ചവടവൽക്കരിച്ചിരിക്കുന്നു നമ്മൾ. എല്ലാം സാമ്പത്തിക നേട്ടക്കോട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അത് വല്ലാതെ സ്വാധീനിച്ച് നമ്മുടെ വിവാഹരംഗം മലീമശമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് വൈവാഹിക രംഗത്ത് ഒരുപാട് അന്യായമായ രീതികൾ, അനിസ്ലാമികൾ ഉണ്ടായി വരികയാണ്. ആ അനിസ്ലാമികതയെ നാം ഇന്നിങ്ങനെ പുറമോടിക്കൊണ്ട് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു ശതമാനം. അതിന്റെ മർമ്മം നഷ്ടപ്പെട്ടിരിക്കുന്നു. വിവാഹത്തിന്റെ മർമ്മം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കല്യാണം കഴിയുന്ന ചെറുപ്പക്കാർ കുറവാ. വിവാഹം ഇസ്ലാമിൽ ഒരു തഅബ്ബുദിയായ ഒന്നാണ്, ആരാധനാഭാവേന ചെയ്യേണ്ടുന്ന ഒന്നാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? റസൂലുള്ള പഠിപ്പിച്ചില്ലേ, നിങ്ങൾ ഒരാൾ വിവാഹം കഴിക്കുമ്പോൾ ആ വിവാഹം മുഖേന നിങ്ങളുടെ ഈമാൻ, ദീനിയായ ജീവിതം അതാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. ഫഖദ് അഖ്റസ സുലുസൈ ദീനിഹി എന്ന് ഏത് നിക്കാഹ് ഖുത്ബയിലും കേൾക്കാറില്ലേ? അറബിയിലാണെങ്കിൽ പോലും ഈ വാക്യം നിർബന്ധമായിട്ടും വരും. അതിലെന്തായി പറഞ്ഞിരിക്കുന്നത്? ആ വിവാഹം കഴിക്കുന്ന പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ അവന്റെ ദീനിന്റെ 2/3 പൂർത്തീകരിക്കുകയാണ് എന്നാണ്. അപ്പൊ ദീനിന്റെ 2/3 പൂർത്തീകരിക്കുകയാണ് എന്ന് ഒരു വചനം. വേറെ ഒരു വചനം ദീനിന്റെ പകുതിയാണ് പൂർത്തീകരിക്കുന്നത്. ശരി, 2 പകുതിയോ 3/2 ആവട്ടെ, അത്രയും ഭാഗം ദീനിയായ ജീവിതം ഇത് മുഖേന പൂർത്തീകരിക്കുമെങ്കിൽ ബാക്കി ഭാഗത്ത് അള്ളാനെ സൂക്ഷിച്ചാൽ മതി എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ച ആ ഒരാശയത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് ഇത് ഇസ്ലാമികമായി എന്റെ ദീനിന്റെ പൂർത്തീകരണമാണ്, ഇത് മുഖേന സ്വർഗത്തിലേക്കുള്ള എന്റെ പ്രയാണമാണ് വിജയിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് വിവാഹത്തെ കാണുന്ന എത്ര ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമുണ്ട്. നമ്മൾ പലരും വിവാഹം കഴിച്ചപ്പോൾ ഈ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നോ എന്നൊക്കെ ചിന്തിക്കുന്ന നല്ലതാ. അപ്പൊ ഈ അടിസ്ഥാനത്തിൽ വിവാഹത്തെ അത്രയും ഇസ്ലാമികമായ അതിന്റെ മർമ്മം കണ്ടുകൊണ്ട് ചെയ്തിരുന്നു എങ്കിൽ ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒരുപാട് സുന്ദരമായ അനുഭവങ്ങളും അനുഭൂതികളും ഉണ്ടാകുമായിരുന്നു. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭാഗ്യവാനായ പുരുഷനെ കുറിച്ച്, ഭാഗ്യവാനായ ഒരു പുരുഷൻ അള്ളാഹുവിനെ സ്മരിക്കുന്ന നാവുള്ള ഒരു സ്ത്രീയെ ഭാര്യയായി കിട്ടിയവൻ, താമസിക്കാൻ ഒരു വീടുള്ളവൻ, സഞ്ചരിക്കാൻ ഒരു വാഹനമുള്ളവൻ, അവൻ ഭാഗ്യവാനാണ് എന്നാണ്. ഭാഗ്യവതികളായ സ്ത്രീകളെ കുറിച്ചും പഠിപ്പിച്ചു. ഭർത്താവിനെ സുബൈക്ക് വിളിച്ച് പള്ളിയിലേക്ക് പറഞ്ഞയക്കുന്ന സ്ത്രീ, അവളുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ഓർമ്മയുള്ള സ്ത്രീ, ഭർത്താവിന്റെ അഭാവത്തിൽ അവളെ വഞ്ചിക്കാത്ത സ്ത്രീ, ഭർത്താവിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ സ്വത്തും അദ്ദേഹത്തിന്റെ അഭിമാനവും കാത്തുരക്ഷിക്കുന്ന സ്ത്രീ, ഇങ്ങനെ ഒരു സ്ത്രീയെ കുറിച്ച് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആണിനെയും പെണ്ണിനെയും കുറിച്ചുള്ള ഈ സുന്ദരമായ സങ്കല്പം എല്ലാം വിശ്വാസത്തിലാണ് ഊട്ടപ്പെട്ടിരിക്കുന്നത്. വലിയ വീടുള്ള സ്ത്രീ, വലിയ കാറുള്ള സ്ത്രീ എന്ന് പറഞ്ഞില്ല, വലിയ ബംഗ്ലാവുള്ള പുരുഷൻ എന്നും പറഞ്ഞില്ല. അത് പിന്നെ വന്നൊരു കാര്യ. അവിടെ എന്ത് പറഞ്ഞു? താമസിക്കാൻ ഒരു വീട് വേണം, സഞ്ചരിക്കാൻ ഒരു വാഹനവും വേണം. അത് ഇസ്ലാം അംഗീകരിച്ച കാര്യമാണ്. പക്ഷെ അതിനെല്ലാം മുമ്പിൽ എന്താ വേണ്ടത്? മുമ്പിൽ വേണ്ടത് ഇസ്ലാമിയത്തുള്ള ഒരു പെണ്ണ്, ഇസ്ലാമുള്ള ഒരു പുരുഷൻ. അപ്പൊ ഈ ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധം അവിടെ വരുമ്പോ ഇത് ബലിഷ്ഠമായ ഒരു കരാർ. അവർ തമ്മിലുള്ള ബന്ധം സ്നേഹത്തിനും കാരണത്തിനും അധിഷ്ഠിതം. അവർ പരസ്പരം താങ്ങും തണലുമായി നിൽക്കുന്നു, രണ്ടുപേരും ഇവിടെ ഒന്നിച്ച് ജീവിക്കുന്നു. ഇപ്പോൾ ഈ വീട്ടിൽ ഇത്തിരി കഷ്ടപ്പാടുണ്ട് എങ്കിലും ഒരു അല്ലലും അലട്ടുമില്ലാതെ അള്ളാഹുവിന്റെ സ്വർഗത്തിലെ ഒരു വീട്ടിൽ താമസിക്കണം എന്ന ഉദാത്തമായ ലക്ഷ്യം എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാനും അവരെ സഹായിക്കുന്നു. അങ്ങനെ ഒരവസ്ഥയിലേക്ക് അവർ മുന്നോട്ട് പോകുന്ന സുന്ദരമായ ഒരു കുടുംബ സങ്കല്പം ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഇസ്ലാമിനുണ്ട്. ഇത് നിങ്ങളോ നമ്മളോ അറിയാത്തതോ കേൾക്കാത്തതോ അല്ല. പക്ഷെ പുതിയ കാലഘട്ടത്തിന്റെ ധനമോഹം, സാമ്പത്തിക താല്പര്യങ്ങൾ, സുഖലോലുപത, ആഡംബര പ്രമത്തത, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സംഗതികൾ. ഇതിന്റെയൊക്കെ പിന്നിൽ ആരാന്ന് ചോദിച്ചാൽ അത് വലിയ വിഷയം. സാമ്രാജ്യത്വം എന്നൊക്കെ പറയുന്ന വലിയ ദുരന്തങ്ങൾ അവിടെ നമുക്ക് ശരിക്കും പ്രകടാവും. പഴയ കാലത്ത് അതിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ ആളുകൾ പറയും അത് രാഷ്ട്രീയമാണെന്ന് പറയും. അത് മതത്തിന്റെ ആളുകൾ, ഇമാമികളൊന്നും പറയാൻ പാടില്ലാത്ത വിഷയമാണ്.
ഇങ്ങനെ ഈ സാമ്രാജ്യത്വം അധിനിവേശം ചൂട്ടുകെട്ടി നോക്കിയിട്ട് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ വലിയ മൗലികമാര് കഴിഞ്ഞു പോയിട്ടുണ്ട് കേരളക്കരയിൽ, മലപ്പുറം ജില്ലയിൽ വരെ. പക്ഷെ ഇപ്പൊ അതൊക്കെ അംഗീകരിച്ചു. ഇങ്ങനെയൊക്കെ ഉണ്ട്, വലിയ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്, കുടുംബം എന്ന സ്ഥാപനത്തെ തകർക്കുകയാണ് ഇവരെല്ലാവരും കൂടി എന്ന് ഇപ്പൊ നമുക്ക് ബോധ്യമായി. സഹോദരന്മാരെ, ഇത് ബോധ്യമാകാൻ ഇത്ര കാലം എടുക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു അവസ്ഥയെ ചിന്തിക്കുക. മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലക്ഷണമൊത്ത കുടുംബങ്ങളെ മക്കയിലും മദീനയിലും സംവിധാനിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന സുന്ദരമായ കുടുംബ ജീവിതങ്ങൾ, ആ കുടുംബങ്ങൾ ചേർന്ന സുന്ദരമായ ഇസ്ലാമിക സമൂഹം, ഇങ്ങനെ ഒരു സംഗതിയല്ലേ കാഴ്ചവെച്ചത്? എന്തായിരുന്നു ആ കാലഘട്ടത്തിലെ കുഴപ്പം? ആ ജാഹിലിയത്ത് നന്നായി ബാധിച്ച കുടുംബങ്ങളെ ആയിരുന്നു. മദ്യപാനം കുടുംബത്തിൽ എത്ര പ്രശ്നമുണ്ടാക്കും നമ്മൾ പറയേണ്ടതുണ്ടോ? അവര് മദ്യപിച്ചാൽ ബഹളം വെക്കൂല, നമ്മളെ ആൾക്കാർ കുടിച്ചാലേ ബഹളം വെക്കൂ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അവര് നല്ല മുന്തിരിക്കള്ള കുടിച്ചിരുന്നു, അതുകൊണ്ട് കുടുംബത്തിൽ പോയാൽ കിടന്നുറങ്ങല. ഇവര് കുടിക്കുന്ന കെമിക്കലാ, അതുകൊണ്ട് പോയി ബഹളം വെക്കും എന്ന് പറയാവോ? അങ്ങനെയും പറയാൻ കഴിയില്ല. കാരണം ഈ കെമിക്കൽ കുടിച്ചാലും അപ്പറഞ്ഞ മുന്തിരിക്കള്ള കുടിച്ചാലും മസ്ത് പിടിക്കും. മസ്ത് പിടിച്ചാൽ പിന്നെ അടി ഇടി ഉറപ്പാ. ഇതല്ലേ സംഭവിക്കുക? അപ്പൊ മദ്യം അന്ന് ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ആ ജാഹിലിയ കാലഘട്ടത്തിൽ. അവരിലെ വലിയ വലിയ കുടിയന്മാർ, കുടിയിൽ പേരെടുത്തവർ, അവർ എഴുതി വെക്കാനുള്ള വസിയത്ത് ഇങ്ങനെയാണത്ര: ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മൃതശരീരം നല്ല കരുത്തുള്ള മുന്തിരിവള്ളിയുടെ താഴെ കൊണ്ടുപോയി കുഴിച്ചിടണം. അറിയപ്പെടുന്ന അവരിലെ ഒരു കവിയുണ്ട്, ഉംറുൽ ഖൈസ് എന്ന് പറയുന്ന ഒരാൾ. ആ പഴയ കാലഘട്ടത്തിലെ അറബി കാവ്യങ്ങളിൽ പ്രസിദ്ധനാണ് ഇദ്ദേഹത്തിന്റെ കാവ്യം. അദ്ദേഹം ഒരു രാജാവിന്റെ മകനായിരുന്നു എന്നാണ്. അപ്പൊ രാജാവിന്റെ മകനായിരിക്കെ ഇദ്ദേഹം മരുപ്പറമ്പിൽ തമ്പടിച്ച് ചങ്ങാതിമാരുമായി കുടിച്ചുകൊണ്ട്